ഇന്ത്യക്കാർക്ക് സൗദിയിലും ഇ പാസ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ ജിദ്ദ കോൺസുലേറ്റിൽ വൈകിട്ട് 3 മണിയോടെ ആദ്യ ഇ പാസ്പോർട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയുന്നു. പ്രവാസികൾക്കും സൗദിയിൽ നിന്ന് ഇ പാസ്പോർട്ടിന് അപേക്ഷിക്കാം എന്നുള്ളതും പ്രവാസികളെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. ഇ പാസ്പോർട്ടിന്റെ 10 വർഷത്തെ കാലാവധിയാണ് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ അറിയുന്നുണ്ട്. കൂടുതലായി എന്തൊക്കെയാണ് ഈ പാസ്പോർട്ടിന് വേണ്ടി ചെയ്യേണ്ടത്, അതെന്തൊക്കെ എത്രത്തോളം ഉപകാരമാകും പ്രവാസികളെ ഉൾപ്പെടെ സംബന്ധിച്ച് എന്നതിന്റെയൊക്കെ വിശദാംശങ്ങൾ. ധന്യ, നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAE-യിൽ ഈ പാസ്പോർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് കൂടി ഈ പാസ്പോർട്ട് സംവിധാനം വരുന്നത്. അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് 3-ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ വെച്ച് നടക്കും. പാസ്പോർട്ട് സേവാ വഴി തന്നെ പ്രവാസികൾക്ക് ഇതിനായി അപേക്ഷ നൽകാം. സാധാരണ ഫീസ് തന്നെ, അതായത് സാധാരണ പാസ്പോർട്ടിനുള്ള ഫീസ് തന്നെയാണ് ഇതിനുമുള്ളത്. നിലവിലുള്ളവർക്ക് അവരുടെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ ഇതിനായി അപേക്ഷ നൽകാം. ഇനി അതല്ലാത്ത രീതിയിലും അവർക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്, ഒരു വർഷത്തിൽ തന്നെ പല തവണ യാത്ര ചെയ്യുന്നവർക്ക് അവർക്ക് വിമാനത്താവളത്തിലുള്ള എമിഗ്രേഷൻ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന നേട്ടം. പ്രത്യേകിച്ച് ഈ പാസ്പോർട്ടിലുള്ള ഒരു ചിപ്പ് വഴി ഓരോ യാത്രക്കാരന്റെയും വിവരങ്ങൾ അവരുടെ പാസ്പോർട്ടിന്റെ ഈ ചിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് എമിഗ്രേഷൻ നടപടി വേഗത്തിൽ പൂർത്തിയാക്കാം. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഗേറ്റ് സംവിധാനം എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അത്തരമൊരു ഘട്ടത്തിൽ പ്രവാസികൾക്ക് വളരെ വേഗത്തിൽ എയർപോർട്ടിനകത്തുള്ള പ്രൊസീജിയർ പൂർത്തിയാക്കിക്കൊണ്ട് വേഗത്തിൽ യാത്രകൾ പൂർത്തിയാക്കാനാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഏതായാലും ഇത് സൗദി അറേബ്യയിലേക്ക് ഇതുവരെ വന്നിരുന്നില്ല. ഇത് ആദ്യമായി സൗദി അറേബ്യയിലേക്ക് എത്തുന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും ദിനങ്ങളിൽ ഒരുപക്ഷെ സൗദി അറേബ്യക്ക് അകത്തു നിന്നും ഒപ്പം തന്നെ നാട്ടിലുള്ളവർക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം വഴിയും ഇതിനുള്ള അപേക്ഷകൾ നൽകാനാകും. ധന്യ.